ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മട്ടൺ ലിവർ ഫ്രൈ ആണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അധികം മസാലകളൊന്നുമില്ല. ഞാൻ സാവിത്രി സുരേഷ്. എല്ലാവർക്കും സാവിത്രീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ റെസിപ്പിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 തണ്ട് കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞത് 1/2 കപ്പ്, 1 ടീസ്പൂൺ ഉപ്പ്. കുരുമുളകും പെരിഞ്ജീരകവും കൂടി ഗ്രൈൻഡറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ റെസിപ്പിയുടെ സ്റ്റാർ 350 ഗ്രാം മട്ടൺ ലിവർ നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി എടുക്കാം. ഒരു കടായി വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് വഴറ്റാം. അതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർക്കണം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റുക. അതൊന്ന് 1 മിനിറ്റ് വഴറ്റിയിട്ട് ലിവർ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഉപ്പും കറിവേപ്പിലയും ചേർക്കുക. അത് നന്നായി ഇളക്കിയ ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. 5 മിനിറ്റിന് ശേഷം ഒന്ന് മൂടി തുറക്കുമ്പോൾ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി ഇളക്കി ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കണം. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ പെരിഞ്ജീരകവും കുരുമുളകും പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റും കൂടി ഇളക്കി അത് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മട്ടൺ ലിവർ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഈസി ആയിട്ടൊരു മട്ടൺ ഉലർത്തിയത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണണം. താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.